അതേ പ്രകാരം യാസീനും തബാറക്കയും നിത്യമായി ഓതിയിരുന്ന സ്ത്രീയാണ്. പടച്ച തമ്പുരാൻ അതിൻ്റെ സമ്പൂർണമായ പ്രതിഫലം അവരെ കിതാബിൽ എഴുതും, അവർക്ക് അല്ലാഹു നൽകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മളോട് പറഞ്ഞത് വകാന ഹബ്ബുദ്ദീനി ഇലൈ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മാദാവ മസ്വാഹിബഹു അലൈ, അവൻ പതിവാക്കി വരുന്ന ഔറാദുകളും അമലുകളുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മുടങ്ങാതെ അത് സമ്പത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും മുടങ്ങരുത്. നമ്മളെന്ന അമല് പോലും സമ്പത്ത് ഉണ്ടാവാനാണ്. എവിടെയെങ്കിലും ഒരു ദിക്റോ ഒരു സ്വലാത്തോ ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഓൺലൈനിൽ കൂടിയാണെങ്കിൽ തന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ എഴുതി വിടും. എന്താ അറിയോ, എൻ്റെ കുട്ടിൻ്റെ രോഗം മാറാൻ വേണ്ടി ഉള്ള ദിക്ർ എന്താണ്, എനിക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ദിക്റൊന്നും മുപ്പത്തേക്ക് വേണ്ട. മരിച്ചുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാനുള്ള ദിക്റും സ്വലാത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടി ഗൾഫൊക്കെ പോകാൻ, ഗൾഫിൽ നിന്ന് വരാൻ, ഗൾഫിൽ നിന്ന് കട്ടിട്ട് അവിടെ ജയിലിൽ കുടുങ്ങിക്കണ്, അവിടെ നിന്ന് കഴിച്ചാവാനുള്ള ദിക്ർ, കള്ളന് രക്ഷപ്പെടാനുള്ള ദിക്ർ. അതേ പ്രകാരം വിസ കിട്ടാനുള്ള ദിക്ർ, കിട്ടിയത് മുടങ്ങാനുള്ള ദിക്ർ, പൈസ കൂടാനുള്ള ദിക്ർ, അതിനുള്ളത് എനിക്ക് പഠിച്ചോനെ ഇന്നലെ നാളെ മരിച്ചണം, അതുകൊണ്ട് ഉസ്താദ് ഈമാനോട് കൂടെ മരിക്കാൻ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുള്ള ദിക്ർ ആരത് ചോദിക്കുക? ആർക്കത് വേണ്ട? എല്ലാ ദുഞ്ഞാവ് ഉണ്ടാക്കാനുള്ള ദിക്റും ദുഞ്ഞാവാഗ് ഉണ്ടാക്കാനുള്ള സ്വലാത്തും ദുഞ്ഞാവ് ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന എന്നെ പോലെ കുറെ മനുഷ്യന്മാരും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ കൊറോണയല്ല, ലോകത്ത് ഇതിനേക്കാളും വലിയ പ്രതിസന്ധി വന്നാലും തളരാത്ത മനസ്സുണ്ടാകണം. ജീവിതത്തിൽ ചെയ്തു വരുന്ന കർമ്മങ്ങൾ കെടാതെ കാത്തു സൂക്ഷിക്കണം. ഏത് പ്രതിസന്ധിയിലും എന്ന എല്ലാ പ്രതിസന്ധിയും സന്തോഷമാണ്. പിന്നെ ദുഃഖമില്ലല്ലോ, പിന്നെ പ്രയാസമില്ലല്ലോ. അതുകൊണ്ടാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഇദാ മസ്സതഹു സറാ ശകറ, സന്തോഷം കിട്ടുമ്പോ അവൻ എന്ത് ചെയ്യും? അല്ലാഹ്ക്ക് നന്ദി ചെയ്യും. സന്തോഷം കിട്ടുമ്പോ അല്ലാഹ്ക്ക് നന്ദി ചെയ്യാം. വഇദാ മസ്സതഹു ലറാ സബറ, വല്ല എടങ്ങേറുണ്ടായി കഴിഞ്ഞാലോ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിക്കും. ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൻ മാനസികമായി പുറകോട്ട് പോകൂല, അവൻ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് നീങ്ങി. ചെറിയൊരു സന്തോഷം വന്നാൽ അതിനനുസരിച്ച് നന്ദി ചെയ്യുന്നവനായി മാറും. അല്ല സന്തോഷം വന്നാലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുകയല്ല. രക്ഷപ്പെടാൻ കഴിയോ, സന്തോഷം ഉണ്ടായാലും എങ്ങനെയെങ്കിലും കഴിച്ചിലാകാൻ പറ്റുമോ നോക്കുകയല്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, കൊറോണ വന്ന സമയത്തൊക്കെ എങ്ങനെയെങ്കിലും ജമാഅത്തും ജുമായും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചടക്കിയിരുന്നു മനുഷ്യന്മാരൊക്കെ. കൊറോണന്റെ സമയത്ത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ച് പൂതിച്ചടക്കാം. കൊറോണനെ പേടിച്ചിട്ടൊന്നുമില്ല. പള്ളിയൊക്കെ ജമാഅത്തിന് വരുന്ന മനുഷ്യന്മാർ ചോദിക്കുകയാണ്, അടുത്ത ആഴ്ച നമുക്ക് ജുമാ നിർത്തല്ലേ? എന്താവും അതിൻ്റെ ആഗ്രഹം എന്നറിയും. ഒന്ന് ചോദിക്കുകയാണ്, അടുത്ത ആഴ്ച നമുക്ക് ജുമാടെ നിർത്തല്ലേ? പിന്നെ നാളെ പിന്നിപ്പോൾ നമുക്ക് ജമാഅത്തിന് ഇപ്പോൾ അധികം വരണ്ടല്ലേ? എന്തോ ഒരു ആഗ്രഹം എന്നറിയാമോ എൻ്റെ ആഗ്രഹം? നേരെ പറിച്ച് പഠിച്ചോനെ ജുമാ നിർത്താതെ മുന്നോട്ട് പോട്ടെ റബ്ബേ എന്ന് ചിന്തിക്കാൻ ആളുകളില്ലാത്ത, പഠിച്ചോനെ ജമാഅത്ത് മുടങ്ങരുതേ എന്ന് പറയാൻ ആളുകളില്ലാത്ത, അത് മുടക്കാൻ ആഗ്രഹം. എന്നാൽ വേറുള്ള സ്ഥലത്തൊന്നും അങ്ങനത്തെ ചിന്തയില്ല. ഞാൻ മുമ്പേക്ക് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു നിക്കാഹിന് പോയോടത്തുനിന്ന് ഒരു കാരനോര് പറയാണ്, പള്ളിക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും സാമൂഹ്യ അകലം പാലിക്കണം, എല്ലാവരും വിട്ടുവിട്ട് നിന്നോളി. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന അയാൾ കൊറോണനെ പേടിച്ചിട്ട് എത്തുന്ന കൊറോണ കൊണ്ട് ചാടുമല്ലോ. അപ്പോൾ അത് കൊറോണ തവളാശിമായൊരു സാധനമാണല്ലോ, അതുകൊണ്ട് ചാടുവെന്ന് പേടിച്ചിട്ട് വിട്ടേക്കാൻ പറയണേക്കാരെന്ന് കരുതി. അത് കഴിഞ്ഞ് എല്ലാവരും വിട്ടൊക്കെ നിസ്കാരം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് നേരെ അങ്ങേപ്പുറത്ത് ചോറ് തീറ്റുണ്ട്, അവിടെ ഇരുന്നാണ്ട് ഈ കാരനൊരു കൂട്ടത്തിൽ ഇരുന്നോട് പേരും തീറ്റ. അയാൾക്ക് അവിടെ കൊറോണ ഇല്ല, സാമൂഹ്യ അകലില്ല, അയാൾ ഭാരി മുണുങ്ങാണ്. അപ്പൊ കൊറോണ തൊള്ളി കൂടി ചാടൂല, എത്തിക്കുമ്പോഴേ ചാടുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ത് വന്നാലും കാരനൊരിക്ക് മെയിനാകണം എന്നല്ലാതെ അള്ളാന്റെ ദീനം നിലക്കണമെന്നൊരു ആഗ്രഹമൊന്നുമില്ല. മൂപ്പര് പറയാണ് എല്ലാവരും വിട്ടിക്ക് നിസ്കരിച്ചാൽ. നിസ്കാരത്തിൽ വിട്ടുന്ന നിസ്കാരം ജമാഅത്തിന്റെ കൂലിറ്റോ കിട്ടൂല. നിസ്കാരത്തിൽ ഒരാൾ വിട്ട് നിന്നാൽ ജമാഅത്തിന്റെ കൂലിട്ടൂല. അപ്പൊ ഞങ്ങൾ മുമ്പ് നിന്നോന്ന് കൂലിട്ടിട്ടുണ്ടാവില്ലേ? ആ കിട്ടും. കാരണം എന്തിനാ? അത് ഒരു ബുദ്ധിമുട്ട് നമ്മളെ മുമ്പിലുള്ളതുകൊണ്ടാണ്. ഒരു കൊറോണ എന്ന് പറയുന്ന ഭീകരമായ രോഗത്തിനെ പേടിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ട് നടക്കാൻ പറ്റണമെങ്കിൽ നിൽക്കാൻ പേടിയുള്ള മനുഷ്യന്മാർക്ക് മണ്ടിയിട്ട് നിസ്കരിച്ചൂടെ? നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ
ശത്രുക്കൾ ആക്രമിക്കാൻ വരികയാണ്, ഓടിയിട്ട് നിസ്കരിക്കാലോ അല്ലേ? ഓടിയിട്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞ മാതിരി രോഗമാകുന്ന ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യൻ കിട്ടുന്ന രൂപത്തിൽ നിസ്കരിച്ചതാ. അതിന് ചെറിയ മാറ്റം വന്നാൽ വേഗം അടുത്ത് നിൽക്കണം. ഇത് ചെറിയ മാറ്റം വന്നാലും വിട്ട് 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 എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കൂലിയ? അങ്ങാടി പോകാൻ പേടില്ല, റോട്ടമ്മ പോകാൻ പേടില്ല, പീഡക്കൊലിമ പോയി ഇരിക്കാൻ പേടില്ല, രാഷ്ട്രീയ പ്രകടനം നടത്താൻ പേടില്ല, അതിന് സിന്ദാബാദ് വിളിക്കാൻ പേടില്ല. പള്ളിയൊക്കെ വന്നാൽ ഭയങ്കര പേടിയാ. അവൻ്റെ അവസ്ഥ എന്താ? നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞു വരുന്നത് എവിടുന്നെങ്കിലും ഒഴിവാകാൻ, സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എഴുതി നോക്കുകയാണ് നമ്മളൊക്കെ. പ്രത്യേകിച്ച് നമ്മളെ തലമുറ. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയാണ്, ഇനിയുള്ള കാലം സുഖമുള്ള ഒരു കാലമാകുമെന്ന് ആരും കരുതണ്ട. ഇതിനിയുള്ള കാലം സുഖമുള്ള ഒരു കാലമാകുമെന്ന് ആരും കരുതണ്ട. കാരണം ഈ ഭൂമി ലോകത്ത് ഖിയാമത്ത് നാൾ അടുക്കും തോറും പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ച് 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 വന്നുകൊണ്ടേയിരിക്കും. അവിടെയും ഈമാൻ തളരാതെ കേടുവരാതെ നമ്മളെ ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. എങ്ങനെ മരിച്ചാലും ഈമാനോടെ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മളെയൊക്കെ കടമ. നമുക്ക് ഈ ലോകത്തൊന്നുമില്ലല്ലോ. ഇവിടെ വല്ലതുണ്ടോ? ഈ ഭൂമിയിൽ നമുക്കൊന്നുമില്ല. ഏക്കറക്കണക്കിന് ഭൂമിയുള്ള മനുഷ്യനോടും ആ ഭൂമിയിൽ മക്കൾ നമ്മളെ മറവ് ചെയ്യൂല. എൻ്റെ വാപ്പ ഉണ്ടാക്കിയ 10 ഏക്കറ ഭൂമി ഉണ്ട് ഇവിടെ. അയാൾ പാവം എൻ്റെ വാപ്പ ഇടങ്ങാറായി ഉണ്ടാക്കിയതാ. ഞാൻ അതിൻ്റെ വാപ്പാനെ മറവ് ചെയ്തിട്ട് മക്കൾ ആഗ്രഹിക്കുമോ? ചിന്തിക്കൂല. ആർക്കും വേണ്ടാത്ത വള്ളിക്കാട്ടിലെ കാട്ടിൽ കൊണ്ടിടും. കാരണം എന്താ? ഈ മുതൽ വാപ്പാൻ്റെ ആണെങ്കിലും ഇത് എനിക്കുള്ളതാ. അയിലിഞ്ഞങ്ങനെ കെടുത്തൂല. അങ്ങനെയാണ് ലോകത്ത്. ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചാൽ ഊരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഊരിയിട്ട് പിന്നെ കാതിൽ ഊരാൻ പറ്റാത്തൊരു സാധനമുണ്ട്. എന്താ? പഴയ കാലത്തൊക്കെ ചിറ്റ് അല്ലേ? ഇളയ മോനും മൂത്ത മോനും ആദ്യ ആഗ്രഹം എന്താണ് കാര്യം അറിയോ? പഠിച്ചോനെ ആ തട്ടാനെ എവിടുന്നാ കിട്ടുക എന്നുള്ളതാണ്. എന്താ കാരണം? ഇതേറ്റ് ഉമ്മ പോയാൽ നമ്മളത് മുടങ്ങുമല്ലോ, അത് ഇതുകൊണ്ട് മുറിച്ചെടുക്കണമല്ലോ എന്നാ. വേഗം പോയിട്ട് തട്ടാനെ കൊടുത്ത് പൊട്ടിച്ചെടുത്താലേ മക്കൾക്ക് സമാധാനം വരുള്ളൂ. ഉമ്മ മരിച്ച ബേജാറല്ല, ഇത് പൊട്ടിച്ചെടുത്തക്കണല്ലോ എന്നുള്ള ബേജാറേ ഉണ്ടാവുള്ളൂ. എന്തേ കിട്ടിയ നമുക്കൊക്കെ? ഒന്നും ഉണ്ടാവില്ല. ജീവിത കാലഘട്ടത്തിൽ ഉമ്മമാരെ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞാലും തളരാത്ത ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി, ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി, ഉള്ള സൗകര്യങ്ങളും അവസ്ഥകളും ഉപയോഗപ്പെടുത്തി, അല്ലാഹുവേ ഏത് പ്രതിസന്ധി വന്നാലും നിന്നെ മറക്കൂല റബ്ബേ. ഇത് ദുന്യാവാണെന്ന് ഞങ്ങൾക്കറിയാം. ദുന്യാവ് സുഖത്തിൻ്റെ ലോകമല്ല, സുഖത്തിൻ്റെ ലോകം സ്വർഗമാണ്. ദുന്യാവ് ദുഃഖത്തിൻ്റെ ലോകവും അല്ല, ദുഃഖത്തിൻ്റെ ലോകം നരകമാണ്. ഈ ദുന്യാവ് സുഖവും ദുഃഖവും ഉണ്ടാകുന്ന ലോകമാണ്. അതുകൊണ്ട് സുഖത്തിലും ഞാൻ നിന്നെ മറക്കൂല, ദുഃഖത്തിലും ഞാൻ നിന്നെ മറക്കില്ല അല്ലാ എന്ന് തീരുമാനിച്ച് നമ്മളും നമ്മളെ കുടുംബങ്ങളും ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ അല്ലാഹുവിലേക്ക് അടുത്ത് പഴമ നിലനിർത്തി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത്ര സമാധാനം ലോകത്ത് വേറെ ഒന്നിനുമില്ല.